ഇന്ന് കാലത്തെ എഴുന്നേറ്റപ്പോഴത്തേക്കും മറ്റേ 370 റുപ്പീസ് ബിരിയാണി ഇഷ്യൂ കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലുള്ള ഒരാൾ, IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഗേളിന് ഡേറ്റിന് കൊണ്ടുവന്നു. പുള്ളിക്കാരിക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു 370 റുപ്പീസിൻ്റെ. ഡേറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരി പറയുന്നു എന്നെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഈ പുള്ളി പറയുന്നു, ആഹാ എനിക്ക് ഞാൻ 370 രൂപ സ്പെൻഡ് ചെയ്ത ഇതല്ലേ, അപ്പോൾ എനിക്കത് ഫുള്ള് അതിനെ മുതലെടുക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരീനെ കൺസെൻ്റ് ഇല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ ആണ് സംഭവം നടക്കുന്നത്. ഈ സംഭവം അയാൾ ഒരു ഓഡിയൻസിന് മുന്നേ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു ക്വസ്റ്റ്യന് ഒരു സെഗ്മെൻറ്റിൽ പുള്ളിക്കാരനത് ഓപ്പണായിട്ട് വളരെ ഗ്രാഫിക്കായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു നാണവും ഇതില്ലാണ്ട്, ഒരു പരിസരബോധമില്ലാണ്ട് പറയുന്നു ഇതൊക്കെ. അപ്പോൾ അത് കേട്ട് ചിരിക്കുന്ന ഓഡിയൻസ്, മോസ്റ്റ്ലി ഓഡിയൻസ് എല്ലാം ആണുങ്ങളാണുള്ളത്. പിന്നെ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അയാളും ഇതിന് പ്രചോദിപ്പിക്കുകയാണ്. അപ്പം സംഭവം ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആളുടെ ജോലിയും പോയി. ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു അറിവൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. കാരണം ഇത്രയും ബാക്ക്ലാഷ് വന്നു. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന, ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ പറഞ്ഞവൻ്റെ മൈൻഡിൽ എന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ആൾക്കാരുടെ മുന്നിൽ എനിക്കൊന്ന് ആളാവാം, ഒരു പെണ്ണിനെ പറ്റി മോശമായിട്ട് പറഞ്ഞ്, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ബയോളജിക്കലി വീക്കറായിട്ടുള്ള ഒരാളെ കുറിച്ച് താഴ്ത്തി പറഞ്ഞ് ഞാൻ മറ്റുള്ള ആണുങ്ങളുടെ മുന്നിൽ നിന്നിട്ട് അവരുടെ ഒരു അക്സെപ്റ്റൻസ് മേടിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ ഇവരെ സംബന്ധിച്ച്. കാരണം അവരുടെ റിയൽ ലൈഫിൽ അവരെ കൊണ്ട് കാര്യമായിട്ട് മാൻലി ആയിട്ട് അവരെ കൊണ്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞ് പെണ്ണുങ്ങളെ, അതായത് തന്നെക്കാട്ടിലും വീക്കറാണെന്ന് കരുതുന്ന ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ കാര്യം 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു സഡിസ്റ്റിക് പ്ലഷറാണ് അവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയത്. അപ്പോൾ അതൊരു തരത്തിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണുങ്ങളുടെ പിഗ്മി വേർഷനില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആണുങ്ങളുടെ വേർഷനാണ് ഇവരെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആണുങ്ങൾ പ്രൊവൈഡർ മെൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ എങ്ങനെ ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളുടെ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് അയാളുടെ തന്നെ കുഴി അയാൾ തോണ്ടുകയാണ്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ബോധമില്ലാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കറിയാവുന്ന കുറേ ആണുങ്ങളും ഇതുപോലുള്ള സെക്സിസ്റ്റ് ജോക്സ് ഒക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.